എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പാൽ പൊറോട്ടയാണ്. രാവിലെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ വൈകിട്ടൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു വിഭവമാണ് കേട്ടോ. ഇത് നമുക്ക് നല്ല ചൂടോട് കൂടിയിട്ട് തന്നെ ചായക്കൊപ്പം കഴിക്കാനും അതുപോലെ തന്നെ കറി കൂട്ടി കഴിക്കാനും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പാൽ പൊറോട്ടയാണ്. ഉണ്ടാക്കാനായിട്ട് വളരെ എളുപ്പമാണ്. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നൊന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു 2 കപ്പ് അളവിൽ മൈദാമാവാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. മൈദാമാവിന് പകരം നിങ്ങൾക്ക് ഗോതമ്പ് പൊടി വേണമെങ്കിൽ എടുക്കാവുന്നതാണ്. പക്ഷെ നമുക്ക് ആ ഒരു കറക്റ്റ് ടേസ്റ്റ് കിട്ടണമെങ്കിൽ മൈദാമാവ് തന്നെ എടുക്കണം. രണ്ട് കപ്പ് അളവിൽ മൈദാമാവ് ഞാൻ ഈ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു 250 ml കപ്പിൽ 2 കപ്പ് മൈദാമാവാണ് കേട്ടോ ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് സാധാ വലിപ്പമുള്ള ഒരു ഗ്ലാസ്സിൽ 2 ഗ്ലാസ് മൈദാമാവ് ഇട്ട് കൊടുത്താലും മതി. ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് 1 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യാണ്. നെയ്യ് ഉപയോഗിക്കാത്തവരാണെങ്കിൽ നമുക്ക് അതിന് പകരമായിട്ട് ഓയിൽ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ. നെയ്യാണെങ്കിൽ കുറച്ചും കൂടി നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. അതുപോലെ തന്നെ ഒരു കോഴിമുട്ട ഇവിടെ എടുത്തിട്ടുണ്ട്. ഈ ഒരു മുട്ടയും കൂടെ നമുക്ക് ഈ ഒരു പൊടിയിലേക്ക് പൊട്ടിച്ചൂറ്റി കൊടുക്കാം. പൊടിയിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതുപോലെ കൈ വെച്ചിട്ട് തന്നെ നമുക്ക് നല്ല പോലെ ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഇതുപോലെ നമ്മളൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇനി നമുക്കിതൊന്ന് കുഴച്ചിട്ടെടുക്കണം. നമ്മളിത് കുഴച്ചിട്ടെടുക്കുന്നത് പാലിലാണ്. പാല് നമ്മൾ ഫ്രിഡ്ജിനകത്തൊക്കെ വെച്ചിരുന്ന പാലാണെങ്കിൽ നന്നായിട്ട് ഇതിൻ്റെ തണുപ്പ് പോയതിന് ശേഷം മാത്രം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഞാനിപ്പോൾ ഈ ഒരു പാല് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചിട്ട് അതിന് ചൂടൊക്കെ പോയതിന് ശേഷമാണ് കേട്ടോ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ തിളപ്പിച്ചറിയ പാല് കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ ചപ്പാത്തി മാവൊക്കെ കുഴക്കുന്ന പോലെ തന്നെ അതിലും കുറച്ചും കൂടെ നല്ല മയത്തിൽ തന്നെ നമുക്കൊന്ന് കുഴച്ചിട്ടെടുക്കാം. ഇതുപോലെ അത്യാവശ്യം ഒന്ന് കുഴച്ചെടുത്തതിന് ശേഷം ഒരു 1/2 ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്ത് ഒന്നും കൂടെ കുഴക്കുകയാണെങ്കിൽ നല്ല മയത്തിൽ തന്നെ നമുക്ക് മാവ് കിട്ടും. അപ്പോൾ ഇതിപ്പോൾ കണ്ടില്ല, മാവ് ഇവിടെ നല്ല പോലെ തന്നെ നല്ല മയത്തിൽ തന്നെ ഞാനിവിടെ നിന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ ഈ മാവ് നല്ല സോഫ്റ്റ് ആക്കി കുഴച്ചെടുക്കുമ്പോഴാണ് കേട്ടോ നമ്മുടെ ഈ ഒരു പാൽ പൊറോട്ടയും പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ ഇതുപോലെ നമ്മൾ കൈ കൊണ്ടൊന്ന് പ്രസ് ചെയ്ത് നോക്കുമ്പോഴത്തേക്കും മാവിന് ഒട്ടും തന്നെ ബലം ഉണ്ടാകാൻ പാടില്ല. ഇതുപോലെ നല്ല സോഫ്റ്റ് ആയിരിക്കണം. അപ്പോൾ ഇനി ഈ മാവ് നമുക്കൊരു 20 മിനിറ്റ് നേരത്തേക്ക് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. ഈ മാവ് ഡ്രൈ ആയി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നെയ്യ് ഇതുപോലെ നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ടൊന്ന് തൂത്ത് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ മൂടി വെച്ച് അടച്ചു കൊടുത്തിട്ട് ഒരു 20 മിനിറ്റ് നമുക്ക് വെച്ചിരുന്നാൽ മതി. അപ്പോൾ ഈ മാവ് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഒരു 20 മിനിറ്റ് ഒക്കെ ആയിട്ടുണ്ട്. ഇത് കണ്ടില്ല, കുറച്ചും കൂടി നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ നമുക്ക് മാവ് കിട്ടിയിട്ടുണ്ട്. ഇനി ഈ മാവ് ഇതുപോലെ രണ്ടായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്തിട്ട് ഇതുപോലെ കൈ കൊണ്ടൊന്ന് ഉരുട്ടിയെടുക്കാം. അതിനുശേഷം ഒരു കൗണ്ടർ ടോപ്പിലോ അല്ലെങ്കിൽ ഒരു ചപ്പാത്തി പലകയിലോ കുറച്ച് പൊടി ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കുക. മാവ് ഇതുപോലെ കൈ കൊണ്ട് ജസ്റ്റ് ഒന്ന് പരത്തിയതിന് ശേഷം നമുക്കിതൊന്ന് പരത്തിയിട്ടെടുക്കാം കേട്ടോ. നമ്മൾ ഈ മാവ് പരത്തിയെടുക്കുമ്പോൾ എത്രത്തോളം നമുക്ക് കട്ടി കുറച്ച് പരത്താവോ അത്രത്തോളം കട്ടി കുറച്ച് തന്നെ വേണം നമ്മൾ ഈ മാവ് പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇനി മാവ് നന്നായിട്ട് തന്നെ നമുക്കിതുപോലെ ഒന്ന് പരത്തിയിട്ടെടുക്കാം. അപ്പോൾ ഈ മാവ് നല്ല പോലെ തന്നെ നല്ല കട്ടി കുറഞ്ഞ് ഇതുപോലെ ഞാനൊന്ന് പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് നെയ്യ് ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് മാവിൽ എല്ലായിടത്തും നിന്ന് ആകുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് ആക്കി കൊടുക്കാം. നെയ്യ് ഇതുപോലെ മാവിൽ എല്ലായിടത്തുനിന്നും സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് ഇതുപോലെ ഒന്ന് മടക്കി കൊണ്ടുവരാം കേട്ടോ. ആ ഒരു അറ്റം വരെ ഇതുപോലെ തന്നെ നമുക്കൊന്ന് മടക്കി കൊണ്ടുപോവാം. അപ്പോൾ ഇതുപോലെ നമ്മൾ മാവൊന്ന് മടക്കിയെടുത്തതിന് ശേഷം നമുക്ക് എത്ര വലുപ്പത്തിനാണ് പാൽ പൊറോട്ട വേണ്ടത് അതിനനുസരിച്ച് നമുക്ക് ഇതിനകത്തൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു വലുപ്പത്തിൽ ഞാനിതൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കുകയാണ്. അപ്പോൾ ഇതുപോലെ നമ്മൾ കട്ട് ചെയ്തിട്ട് എടുക്കുമ്പോൾ ഇതിൻ്റെ ഉൾഭാഗം കണ്ടില്ല, ഇതുപോലെ ലെയർ ആയിട്ട് തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ ബാക്കിയുള്ള ഈ ഒരു മാവ് നമുക്ക് നല്ല പോലെ തന്നെ നല്ല കട്ടി കുറച്ചൊന്ന് പരത്തിയിട്ട് എടുക്കാം.
ഈ ഒരു കട്ടിക്ക്. അതിനുശേഷം ഇതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ നെയ്യൊന്ന് ആക്കിയിട്ട് നല്ലപോലെ തന്നെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ നമ്മളൊന്ന് മടക്കിയെടുത്തതിന് ശേഷം നമുക്ക് എത്ര വലുപ്പത്തിനാണ് ഇത് വേണ്ടത് അതിനനുസരിച്ച് നമുക്ക് കട്ട് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഇതുപോലെ എല്ലാം ഒന്ന് കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഇതുപോലെ കുറച്ച് മാവ് ഇതിലേക്ക് ഞാൻ വിതറി കൊടുക്കുകയാണ്. നമ്മൾ കട്ട് ചെയ്തതിൽ നിന്ന് ഒരെണ്ണം ഇതുപോലെ എടുത്തിട്ട് നമുക്ക് കൈ കൊണ്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ നമുക്കൊന്ന് പരത്തിയിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ ഏകദേശം ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിൽ നമുക്കിത് പരത്തിയിട്ട് എടുക്കാം. അപ്പോൾ ഇത് നമുക്ക് റൗണ്ട് ആയിട്ട് വേണമെങ്കിലും പരത്തിയിട്ട് എടുക്കാം കേട്ടോ. ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു മാവ് എടുത്തിട്ട് കൈ കൊണ്ട് ഇതുപോലെ താഴേക്ക് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇത് നമുക്ക് ഇതുപോലെ റൗണ്ട് ആക്കിയിട്ട് പരത്തിയിട്ട് എടുക്കാവുന്നതാണ്. അപ്പോൾ ഏത് രീതിയിൽ വേണം നിങ്ങൾക്ക് പരത്തിയിട്ട് എടുക്കാം. അപ്പോൾ മാവ് എല്ലാം തന്നെ ഞാൻ ഇതുപോലെ ഒന്ന് പരത്തി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നമുക്ക് ചുട്ടിട്ടെടുത്താൽ മാത്രം മതി. അപ്പോൾ ഈ ഒരു പാൻ അത്യാവശ്യം ചൂടായിട്ട് എടുക്കുകയാണ്. ഇതിലേക്ക് നമുക്കിത് ഓരോന്നും ഇട്ട് കൊടുക്കാം. അപ്പോൾ ചെറിയ ചെറിയ ബബിൾസ് ഇതുപോലെ വരാൻ തുടങ്ങുമ്പോഴത്തേക്കും നമുക്കിത് മറിച്ചിട്ട് കൊടുത്തിട്ട് എന്നിട്ട് ഈ മുകളിലേക്ക് നമുക്ക് നന്നായിട്ടൊന്ന് നെയ്യൊന്ന് ആക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ മറിച്ചിട്ട് കൊടുത്തിട്ട് ഈ ഒരു സൈഡും കൂടെ നമുക്ക് നെയ്യൊന്ന് ആക്കി കൊടുക്കാം. അത്യാവശ്യം നമ്മൾ തീയൊന്ന് കുറച്ച് വെച്ച് കൊടുത്തിട്ട് തന്നെ ഇതൊന്ന് വേവിച്ചിട്ടെടുക്കുക. അപ്പോൾ ഇതുപോലെ അത്യാവശ്യം ഒന്ന് പൊങ്ങി വരുമ്പോഴത്തേക്കും തിരിച്ച് മറിച്ചിട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചതിന് ശേഷം നമുക്കിത് ഇങ്ങ് എടുക്കാവുന്നതാണ്. അപ്പോൾ ഇതിപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഉള്ളൊക്കെ നല്ലപോലെ വേകുന്ന രീതിയിൽ പുറമെ നന്നായിട്ട് മൊരിഞ്ഞതിന് ശേഷം നമ്മൾ ഇതങ്ങ് എടുക്കുക. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും കൂടെ ഒന്ന് ചുറ്റിട്ടെടുക്കാം. അപ്പോൾ നമ്മുടെ ഈ ഒരു പാൽ പൊറോട്ട എല്ലാം തന്നെ ഞാൻ ഇവിടെ നിന്ന് ചുട്ടെടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു വിഭവമാണ് കേട്ടോ. ഇതിൻ്റെ ഒരു ഉൾവശത്തെ ഒരു ലെയർ കാണാൻ വേണ്ടിയിട്ട് ഞാനിത് നിങ്ങളൊന്ന് കട്ട് ചെയ്തും കൂടെ കാണിച്ചു തരാം. അപ്പോൾ ഇതുപോലെ ഉൾവശത്തൊക്കെ നല്ല ലെയറോട് കൂടിയിട്ടുള്ളൊരു പാൽ പൊറോട്ട ആണ്. നല്ല ചിക്കൻ കറിയുടെ ബീഫ് കറിയുടെ അല്ലെങ്കിൽ വെജിറ്റബിൾ കറിയുടെ കൂടെ ഒക്കെ ആണെങ്കിലും കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് കേട്ടോ. അതുപോലെ തന്നെ ഇത് നല്ല ചൂടോട് കൂടിയിട്ട് കഴിക്കുകയാണെങ്കിൽ ചായയുടെ കൂടെ വെറുതെ കഴിക്കാനാണെങ്കിലും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഈ ഒരു പാൽ പൊറോട്ട നിങ്ങൾ ഇതുവരെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. ഉണ്ടാക്കി നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ മറക്കാതെ തന്നെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്ന് അറിയിക്കണേ. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂട്ടത്തിൽ കാണുന്ന ബെൽ ഐക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്ന ഓപ്ഷൻ തന്നെ കൊടുക്കുകയാണെങ്കിൽ ഞാൻ പുതിയ റെസിപ്പികളൊക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഈ ഒരു വീഡിയോ നിങ്ങൾ ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ഫേസ്ബുക്ക് പേജും കൂടെ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. ഇൻഷാല്ലാ വീണ്ടും നമുക്ക് ഇതുപോലെ നല്ലൊരു റെസിപ്പിയായിട്ട് കാണാം.